BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തുകയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന. വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ്. പ്രദീപ് നാരായൺ വിവരങ്ങളുമായി. പ്രദീപ്, നേരത്തെ നമ്മൾ ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്കുള്ള പ്രതിഷേധം കണ്ടു. ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്കുള്ള പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണോ? അനുജ, തീർച്ചയായും ഇപ്പോൾ പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവരുടെ പൊതുയോഗം നടക്കുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് അല്പസമയം മുൻപ് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ, വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഈ സമരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രവർത്തകർ ഒന്നടങ്കം എത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നത്. തുടർച്ചയായി പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്ന നിരന്തര സമരത്തിനാണ്. നേരത്തെ ഡോക്ടർ MK റാമിന്റെ എടക്കാട്ടുള്ള ക്ലിനിക്കിലേക്ക് DYFI മാർച്ച് നടത്തിയിരുന്നു. അവിടെയും ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത്. പോലീസിന്റെ ബാരിക്കേഡ് നിരന്തരം മറികടക്കാൻ ശ്രമിക്കുന്നതിലൂടെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അനുജ, കമ്മീഷണർ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ. അല്പസമയം മുൻപ് പോലീസ്, തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രവർത്തകർ. തുടർന്ന് കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. അല്പസമയം മുൻപാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച്. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.